FCRAയും ചില തിമോത്തിമാരും. വിശ്വാസികളുടെ പേരിൽ FCRA നിയമ ഭേദഗതിക്ക് നേരെ കുടയും കുരിശുമെടുക്കുന്ന എല്ലാ തിമോത്തിമാരും ആദ്യം ആ സത്യവേദ പുസ്തകം എടുത്തൊന്ന് കയ്യിൽ വെക്കണം. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം എടുത്ത് 6-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിക്കണം. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. പണത്തിനും അത്യാഗ്രഹത്തിനും പകരമായി പുതിയ നിയമത്തിൽ ക്രിസ്തു പരാമർശിച്ച അരാമിക് ഭാഷയിലെ വാക്കാണ് മാമോൻ. ദൈവത്തോടുള്ള ഭക്തിയും പണത്തോടുള്ള അഥവാ മാമോനോടുള്ള അമിതമായ ആസക്തിയും ഒരേ സമയം കൊണ്ടു നടക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇതിനർത്ഥം. ഇപ്പോൾ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൻ്റെ ഭേദഗതി ബില്ലിന് എതിരെ വാളെടുക്കുന്ന ക്രൈസ്തവ സഭകൾ സംസാരിക്കുന്നത്, ആകുലപ്പെടുന്നത് ഈ മാമോനെക്കുറിച്ചാണ് എന്ന് അവർ പോലും അറിയുന്നില്ല എന്നതാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുവാൻ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ഈ പൈശാചികന്മാരുടെ പള്ളികളിൽ പോകരുത്. നിന്റെ ഭവനം, നിന്റെ ആലയം, വീട്ടിലിരുന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാൻ മൈ ചർച്ച് ആഹ്വാനം ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇനി ആദ്യം പറഞ്ഞ തിമോത്തിയുടെ കാര്യം. ഇന്ത്യ ഉൾപ്പെടെ ക്രിസ്തീയ വിശ്വാസികളുള്ള ഒരുപാട് രാജ്യങ്ങളിൽ വേരുകളുള്ള, അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു സുവിശേഷത്തെ മറയാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ തിമോത്തി. ഈ തിമോത്തി വഴി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിലേക്ക് എത്തിയത് 95 കോടി രൂപയാണെന്ന് ഈയിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയുണ്ടായി. തിമോത്തിയുടെ ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് ഈ തിമോത്തിയുടെ ഇന്ത്യൻ അക്കൗണ്ടുകളിലേക്ക് കോടികൾ വരുന്നു. ഇവിടെ അത് ആരൊക്കെയോ ചേർന്ന് ബാങ്കിൻ്റെ ATM അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന ചെറിയ തുകകളാക്കി എടുക്കുന്നു. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. പക്ഷേ അങ്ങനെ ഒരു വർഷത്തിനിടെ 100 കോടിയിൽ പരം രൂപ ഇവിടെ പിൻവലിക്കപ്പെട്ടു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. എന്തിനാണ് ഈ പണം ഇവിടെ കൊണ്ടുവന്നത്? ഇങ്ങനെ പണം പിൻവലിക്കുന്നതിനായി 24 ഡെബിറ്റ് കാർഡുകൾ രഹസ്യമായി കൈവശം വെച്ചിരുന്ന ഒരു വിദേശിയെ കഴിഞ്ഞയിടെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ED തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ഈ പറയുന്ന തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ ഇന്ത്യൻ ശാഖയാവട്ടെ നിലവിലെ FCRA നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളുടെ ക്ഷേമത്തിനും സഭയുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയെന്ന് പ്രചരിപ്പിച്ച് വിദേശങ്ങളിൽ നിന്ന് വരുന്ന ശതകോടികളുടെ ഫണ്ട് യഥാർത്ഥത്തിൽ അടിച്ചു മാറ്റുന്നത് ആരാണ്? കണക്കില്ലാത്ത ഈ പണം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്തുതരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്? അങ്ങനെ വരുന്ന വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനും അത് വിനിയോഗിക്കുന്നതിനും ഒരു കണക്കും കണിശതയും ഒക്കെ വേണമെന്നേ FCRA നിയമം നിർബന്ധം ചെലുത്തുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ നിയമവും അതിന് നിർദ്ദേശിക്കുന്ന പുതിയ ഭേദഗതിയും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമാണെന്ന് പ്രചരിപ്പിക്കുന്ന ഈ അഭിനവ തിമോത്തികളുടെ തനിനിറം എന്താണ്? അതിന് വിശ്വാസികൾ ആദ്യം അറിയേണ്ടുന്നത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ആദ്യം കൊണ്ടുവന്നത് ഇപ്പോഴൊന്നുമല്ല എന്ന സത്യമാണ്. കൃത്യമായി പറഞ്ഞാൽ 50 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ FCRA നിയമത്തിന്. ആ കഥ പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. അടിയന്തരാവസ്ഥ കാലത്ത് 1976-ൽ ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാരിന് ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുവാൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തികൾ ഇവിടുത്തെ ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾക്കായി പണം ഒഴുക്കിക്കൂടാ. ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ രജിസ്ട്രേഷൻ വേണമെന്ന നിർബന്ധം ചെലുത്തിയിരുന്നില്ല എന്നതും നാം ഓർക്കണം. അതായത് ആ പണം ഇങ്ങോട്ട് ഒഴുക്കുന്നത് ആരെന്ന് മാത്രമായിരുന്നു അന്നത്തെ പ്രശ്നം. ആര് മേടിക്കുന്നു, അതെങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ആരും നോക്കിയിരുന്നില്ല. ഇന്ദിരാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയായിരിക്കെ 1984-ലാണ് FCRA നിയമത്തിന് ആദ്യത്തെ ഭേദഗതി ഉണ്ടാവുന്നത്. ആ ഭേദഗതി അനുസരിച്ചാണ് ഇന്ത്യയിൽ ഈ പണം സ്വീകരിക്കുന്ന സംഘടനകൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം വന്നത്. പക്ഷേ അപ്പോഴും അത് നിർബന്ധമാക്കിയിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ആ നിബന്ധന നിർബന്ധമാക്കിയത് മറ്റൊരു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. അതായത് 2010-ലെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോഴത്തെ FCRA നിയമത്തിന് കൃത്യമായ ചട്ടക്കൂടുണ്ടായതും രജിസ്ട്രേഷൻ കർക്കശമാക്കിയതും 2010-ലെ ഭേദഗതിയിലാണ്. വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന സംഘടനകളുടെ ഭാരവാഹികളുടെ പൗരത്വം പരിശോധിക്കണമെന്ന നിബന്ധന വന്നതും ആ കാലഘട്ടത്തിലാണ്. അതുമാത്രമല്ല, പള്ളികളുടെയും വിശ്വാസികളുടെയും പേര് പറഞ്ഞ് വിദേശത്ത് നിന്ന് കണക്കില്ലാത്ത കോടികൾ കൈക്കലാക്കിയിരുന്ന ക്രിസ്തീയ സംഘടനകളുടെ അഥവാ
കള്ളത്തിരുമാലികളായ തിമോത്തികളുടെ അണ്ടം കീർന്ന ഒരു നിബന്ധന കൂടി ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നു. അതായത് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പണത്തിൽ സംഘടനയുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്നത് പരമാവധി ആ തുകയുടെ 20% മാത്രമാണ് എന്നതായിരുന്നു. വിദേശ പണത്തിൻ്റെ മുക്കാലും ഭരണപരമായ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് സ്വന്തം അക്കൗണ്ടുകളിലാക്കിയിരുന്ന ക്രിസ്തീയ സംഘടനകളുടെ കഞ്ഞികുടി മുട്ടിച്ചത് സത്യത്തിൽ മോദിജിയല്ല, മൻമോഹൻജി ആയിരുന്നു എന്ന് ചുരുക്കം. സംഘടനകൾക്കും വിദേശ സംഭാവനകൾക്കും മേൽ കേന്ദ്ര സർക്കാരിൻ്റെ കടിഞ്ഞാൻ വീണു തുടങ്ങിയത് അന്നു മുതലാണ്. പിന്നീട് 2016-ലെയും 2018-ലെയും 2020-ലെയും ഒക്കെ ഭേദഗതികൾ കഴിഞ്ഞാണ് നടപടികൾ കുറെ കൂടി കർശനമാക്കുന്ന പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്ന ബിൽ ഇക്കഴിഞ്ഞ മാർച്ച് 25-ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാണ് ഇത് ക്രിസ്തീയ വിശ്വാസികളെ ലക്ഷ്യം വയ്ക്കുന്ന പുതിയ ഏതോ കുരിശാണ് എന്ന മട്ടിൽ ക്രൈസ്തവ സഭകളിലെ അഭിനവ തിമോത്തിമാരുടെ കുരിശ് യുദ്ധം. വിദേശ സംഭാവന നിയന്ത്രണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മതസംഘടനകൾ ഉൾപ്പെടെയുള്ള സർവമാന NGO-കൾക്കുമുള്ള രജിസ്ട്രേഷൻ റദ്ദാവുകയോ നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തുന്ന മുറയ്ക്ക് റദ്ദാക്കപ്പെടുകയോ കാലാവധി പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സംഘടനയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ വ്യവസ്ഥ. കള്ളപ്പണമായോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ന് സംശയിക്കപ്പെടാവുന്ന വിദേശ പണമായോ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ വിനിയോഗിക്കപ്പെടുവാൻ സാധ്യതയുള്ളതായ ഈ പണം കണ്ടെത്തുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? വ്യക്തികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമോ അതുതന്നെയാണ് പുതിയ നിയമഭേദഗതി അനുസരിച്ച് സർക്കാർ ഉദ്ദേശിക്കുന്നതും. അക്കാര്യത്തിൽ ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ മറ്റേതെങ്കിലും വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കോ ഇളവ് വേണമെന്ന് ആർക്കെങ്കിലും വാദിക്കുവാൻ ഇവിടെ പറ്റുമോ? അങ്ങനെ ഒരു വാദം ഉയരുന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടെന്നേ ആർക്കും സംശയിക്കുവാൻ കഴിയൂ. ഇനി സത്യവേദ പുസ്തകം ഒന്നുകൂടി കയ്യിലെടുത്ത് ആ തിമോത്തിമാർ സദൃശവാക്യങ്ങൾ കൂടി വായിക്കണം. സദൃശവാക്യങ്ങളുടെ 13-ാം അധ്യായം 22-ാം വാക്യം: ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപികളുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. ഈ വാക്യം നീതിമാന്റെ ദീർഘവീക്ഷണത്തെയും പാപിയുടെ സമ്പത്തൊടുവിൽ നീതിമാന്റെ കൈകളിൽ എത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇനി ബൈബിളും FCRA നിയമവും അവിടെ തന്നെ വെച്ചേക്കുക. എന്നിട്ട് ഈ കണക്കൊന്ന് പരിശോധിക്കുക. 2011-ലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ആകെ ജനസംഖ്യയുടെ വെറും 2.3% ക്രിസ്ത്യാനികൾ. അക്കാലത്ത് തന്നെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ എണ്ണം ജനസംഖ്യയുടെ 14.23%. കഴിഞ്ഞ 15 വർഷത്തിനിടെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ചുരുങ്ങി വരികയും മുസ്ലിം ജനസംഖ്യ കൂടി വരികയുമാണെന്ന് എല്ലാവർക്കും അറിയാം. ആകെ 2.5 കോടി ജനങ്ങൾ പോലും ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ പേരിലാണ് ഇന്ത്യയിലേക്ക് എത്രയോ ദശകങ്ങളായി സഭക്കാരും സഭാ സംഘടനകളും ചേർന്ന് ആയിരക്കണക്കിന് കോടി രൂപ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് ഈ തിമോത്തിമാരുടെ തട്ടിപ്പിൻ്റെ വലിപ്പം എത്രയാണെന്ന് ഊഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. താറാവ് യോഹന്നാൻ ഇപ്രകാരം ഗോസ്പൽ ഫോർ ഏഷ്യയിലൂടെ കടത്തിക്കൊണ്ടുവന്ന ആയിരക്കണക്കിന് കോടി രൂപ കൊണ്ട് ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഏക്കർ വസ്തുവകകളും മെഡിക്കൽ കോളേജും ഉൾപ്പെടെ ഉണ്ടാക്കി. അവസാനം അത് തട്ടിയെടുക്കുവാൻ KP യോഹന്നാനെ കൊന്നുകളഞ്ഞു. കത്തോലിക്ക സഭ ഇതുപോലെ ആയിരക്കണക്കിന് കോടികൾ ഇവിടെ കടത്തിക്കൊണ്ടുവന്നു. സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ എല്ലാം പേരിൽ ആയിരക്കണക്കിന് ഏക്കർ വസ്തുവകൾ ഇവിടെ വാങ്ങിക്കൂട്ടി. എല്ലാ സഭകളിലെയും മെത്രാന്മാരെ കയ്യിലെടുത്ത് അവർക്കുള്ള ഗ്രീൻ ചാനൽ പ്രിവിലേജ് ഉപയോഗിച്ച് അവരിലൂടെ സ്വർണവും പണവും കടത്തുന്ന അഭിനവ തിമോത്തിമാർ. ക്രൈസ്തവ സഭയുടേതുൾപ്പെടെ എല്ലാ മതങ്ങളുടെയും കീഴിലുള്ള സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ സർക്കാരുകൾ ഇത്തരം ചില നിയമങ്ങളും നിയമഭേദഗതികളും ഒക്കെ എടുത്ത് പേടിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പറയുവാനുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ ക്രൈസ്തവ സഭകളെയും മുസ്ലിം സംഘടനകളെയും പേടിപ്പിച്ച് നിർത്തുവാൻ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം തന്നെ ധാരാളം മതി. ഇതിലൊന്നെടുത്ത് വീശി കാണിച്ചാൽ അപ്പോൾ തന്നെ ഇവറ്റകൾ ചൊൽപ്പടിക്ക് നിൽക്കും. കേരളത്തിലാണെങ്കിൽ ഹൈന്ദവ സമൂഹത്തെയും സംഘടനകളെയും വിരട്ടുവാൻ ദുരാചാര നിരോധന നിയമം എന്ന ഉമ്മാക്കിയുണ്ട്. ഇതിൽ ഏതെടുത്താലും മതവികാരം എന്ന തൊട്ടാൽ പൊള്ളുന്ന ഒരു സാധനമുണ്ട്. അതിൽ തൊടുവാൻ മോദി സർക്കാരായാലും പിണറായി സർക്കാരായാലും ഒന്ന് പേടിക്കും. പക്ഷേ ഈ മതങ്ങളുടെയൊക്കെ പരമാധികാരികളായി ഇരുന്ന് ഹവാല ഇടപാടുകൾ നിയന്ത്രിക്കുന്ന തിമോത്തികളെ നിലയ്ക്ക് നിർത്തുവാൻ നിയമത്തിൻ്റെ ഭീഷണി മാത്രം മതിയോ? പോരാ, അത് നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തിയും ഭരണകൂടത്തിന് വേണം. കൂദാശ മാഫിയകൾക്ക് ആരുമണി കിട്ടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.